ഹലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ ദിവസമായല്ലേ ക്ലാസ്സൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അന്ന് നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടൊക്കെയായിരുന്നു. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്ന് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള ആൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ അണ്ടറിൽ വരുന്ന, നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ അണ്ടറിൽ വരുന്ന നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് അല്ലെങ്കിൽ ഡിഗ്രി ആയിട്ട് ബന്ധപ്പെട്ട എക്സാമുകൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ഉണ്ട്. അതാണ് നമ്മൾക്ക് ഇന്ന് നോക്കാനുള്ളത്. അതിൽ ആദ്യത്തെ സംഭവമാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മേജർ ഫങ്ഷൻസ്. ഓക്കെ, മേജർ ഫങ്ഷൻസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് NCERT അതൊരു പ്രമേയമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ പ്രോസസ്സുകളെ മാനേജ് ചെയ്യുക, പിന്നെ മെമ്മറികളെ കൈകാര്യം ചെയ്യുക, ഫയലുകളെ കൈകാര്യം ചെയ്യുക, ഡിവൈസുകളെ കൈകാര്യം ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ. അതിന് ഒരു മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു. അതായത് പ്രോസസ്സുകൾ, നമ്മുടെ ഇത് ചെയ്യുന്ന CPU ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും നമ്മൾ പ്രോസസ്സാണ് എന്നാണ് പറയുന്നത് നമ്മളന്ന് പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട്. അപ്പോൾ ഈ പ്രോസസ്സുകളെയൊക്കെ നേരാൻ വന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് CPU ഒട്ടും ഒരു ഐഡിയൽ ടൈം കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഐഡിയൽ ടൈം കൊടുക്കാത്ത രീതിയിൽ നേരാൻ വണ്ണം അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് ഉള്ളത് നമ്മുടെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അതിന് ആ ഒരു സംഭവം ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ മെമ്മറി കൈകാര്യം ചെയ്യുക, അതായത് ഒരു പ്രോസസ്സിന് വേണ്ടി എത്രത്തോളം നീക്കി വെക്കണം മെമ്മറി, അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന മെമ്മറികളുണ്ടോ, ഒഴിഞ്ഞു കിടക്കുന്നതുണ്ടെങ്കിൽ അതിനെ കണക്കെടുത്ത് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇനി ഫയലുകളെ കൈകാര്യം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പേര് കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക, സംഭരിക്കുക, പിന്നെ ആവശ്യമില്ലാത്ത ഫയലുകളെ തിരിച്ചെടുക്കുക, കൈമാറ്റം ചെയ്യുക, പിന്നെ കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ സംരക്ഷിക്കുക, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ചെയ്യുന്നത്. ഇതുകൂടാതെ നമ്മുടെ ഡിവൈസുകളെ കൈകാര്യം ചെയ്യുക, അതായത് നമ്മുടെ ഹാർഡ്വെയറിനെ സോഫ്റ്റ്വെയറിനെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഒരു കീ പോയിന്റ്, അതായിട്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറയാം. പിന്നെ ഇതുകൂടാതെ നമുക്ക് എന്തൊക്കെ പറയാമെന്ന് വെച്ചാൽ സെക്യൂരിറ്റി മാനേജ്മെൻറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇനി അടുത്ത ടോപ്പിക്കല്ല, ഇനി അടുത്ത ഇതിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ രണ്ടായിട്ട് തിരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്ട്രക്ചറിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതിൻ്റെ ഉൾഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോറായിട്ട് പറയാൻ പറ്റുന്ന കാര്യത്തിന് നമുക്ക് കേർണൽ എന്ന് പറയാം. അതല്ലാതെ നമ്മുടെ യൂസറുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാർട്ടുണ്ട്, അതിന് ഷെൽ എന്ന് പറയാം. നമുക്ക് ആ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ദ കേർണൽ ഈസ് ദ കോർ ഓഫ് എ കമ്പ്യൂട്ടേഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് മാനേജസ് ദ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഈ ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കോറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവത്തിനാണ് നമ്മൾ കേർണൽ എന്ന് പറയുക. അപ്പോൾ ഷെൽ എന്താണെന്നായിരിക്കും നമുക്ക് ഡൗട്ട്. ഷെൽ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഷെൽ അലോസ് യൂസേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് എഫിഷ്യൻ്റ്ലി ആൻഡ് ഡയറക്റ്റ്ലി വിത്ത് ദെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട്, അതായത് വലിയ അറിവൊന്നും വേണ്ട, ഈ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിയായിട്ട് വലിയ അറിവൊന്നും ഇല്ലാത്ത, അതായത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് അറിവൊന്നും ഇല്ലാത്ത ആൾക്കാർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് ഷെല്ല്. അത് ഇത്തിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിച്ച സമയത്ത് നമ്മൾ ആൻഡ്രോയിഡ്, ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഇത് നമ്മൾ പറഞ്ഞ സമയത്ത് അതിൻ്റെ കേർണലായിട്ട് നമ്മൾ ലിനക്സ് യൂസ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് കേർണൽ, എന്തുകൊണ്ടാണ് അതപ്പോൾ പറഞ്ഞതെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കാം. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയാം. ഈ ആൻഡ്രോയിഡ് ആയിട്ടുള്ള ഫോണുകൾ നമ്മൾ ഓർക്കുക, നമ്മുടെ സാംസങ്, റെഡ്മി, റിയൽമി, അങ്ങനെ കുറച്ച് ഫോണുകൾ നമ്മൾ ഓർക്കുക. ഇതിൻ്റെ പലതിനും ഒരു ഔട്ട്ലുക്ക് ഇല്ലേ, അത് വ്യത്യസ്തമായിരിക്കില്ലേ. നമ്മൾ ഹോം എടുക്കുമ്പോൾ അവർക്കൊരു ഡിസൈൻ ഉണ്ടാവും. ആ ഒരു ഡിസൈൻ ആയിരിക്കില്ല സാംസങ്ങിൻ്റെ ഡിസൈൻ ആയിരിക്കില്ല റെഡ്മിക്ക് ഉള്ളത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്ന ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റ് സെയിം ആയിരിക്കും. അതായത് ഇപ്പം നമ്മൾ കാണുന്ന ആ ഒരു പാർട്ടിനെ നമുക്ക് ഷെൽ എന്ന് പറയാം.
ഔട്ട്ലുക്കിനെ നമുക്ക് ഷെൽ എന്ന് പറയാം. നമ്മളായിട്ട് സംവദിക്കുന്ന ആ ഒരു ഐക്കൺസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനെ നമുക്ക് ഷെൽ എന്ന് പറയാം. എന്നാൽ ഇതിൻ്റെ ഉള്ളിലുള്ള കോർ പാർട്ട് എല്ലാ ആൻഡ്രോയിഡ് ഫോണുകൾക്കും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ കോറായിട്ടുള്ള ആ പാർട്ടിനെയാണ് നമ്മൾ കേണൽ എന്നും, നമ്മളായിട്ട് സംവദിക്കുന്ന ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്താ പറയുക, ഷെല്ലെന്നും പറയുക. ഇനി നോക്കിയാൽ കമ്പനീസ് ഇറ്റ്സ് OS ആൻഡ് കേണൽ യൂസർ. ഓരോ കമ്പനിയുടെയും കേണൽസ് അത് നമുക്ക് കുറച്ച് നോക്കി പോവാം. ഇനി ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാക്കുന്നതാണേ. അപ്പോൾ ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഞാൻ എൻ്റെ ഫോണിൻ്റെയും കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ ഡെസ്ക്ടോപ്പ് വെർഷനും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആപ്പിളിൻ്റെ ഡെസ്ക്ടോപ്പ് വെർഷൻ, അതായത് മാക് കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മാക് OS. അതിൻ്റെ കേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSD ഡിറൈവ്ഡ്. അതൊന്ന് നോക്കിയാൽ മതി, BSD ഡിറൈവ്ഡ് ആണ് അതിൻ്റെ കേണൽ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ആപ്പിളിൻ്റെ ഫോണായാലും അതുപോലെ നമ്മുടെ ഡെസ്ക്ടോപ്പ് വേർഷൻ ആയാലും അതിൻ്റെ കേണൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BSD ഡിറൈവ്ഡ് ആണ്. ഇനി നമ്മുടെ മൈക്രോസോഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലുപയോഗിക്കുന്ന കേണൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് NT കേണലാണ്. വിൻഡോസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ഡെസ്ക്ടോപ്പ് വേർഷൻ ആണ് നമ്മുടെ വിൻഡോസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിൻഡോസ്, അതായത് നമ്മുടെ ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ്. അതിലുപയോഗിക്കുന്ന കേണൽ ഏതാണെന്ന് ചോദിച്ചാൽ NT കേണലാണെന്ന് ഓർക്കുക. ഇനി ഗൂഗിളിൻ്റെ എന്താണ് ഫോൺ വേർഷനാണ് ആൻഡ്രോയിഡ്. അതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ കണ്ടില്ലേ സ്മാർട്ട് ഫോൺസ് ആൻഡ് ടാബ്ലറ്റ്സ് എന്ന് കണ്ടില്ലേ. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന കേണൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ലിനക്സിൻ്റെ കേണലാണ്. നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇത്രയെങ്കിലും ഒന്ന് ഓർത്ത് വെക്കുക. ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, അത് നമുക്ക് പറ്റാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് കമൻസിലേക്ക് ഇടുക. അപ്പോൾ മെയിനായിട്ട് ഇത് നോക്കുക. ആപ്പിളിൻ്റെ മാക് OS ആണ് BSD ഡിറൈവ്ഡ്, iOSൻ്റെ ആണെങ്കിലും BSD ഡിറൈവ്ഡ് ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് അത് NT കേണലാണ്. ഗൂഗിളിൻ്റെ ആണെങ്കിൽ ആൻഡ്രോയിഡ്, അത് ലിനക്സ് ആണ് അതിൻ്റെ കേണലെന്ന് ഓർത്തിരിക്കാം. ഇനി നമ്മുടെ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ പാർട്ടീഷനാണ് നമുക്ക് നോക്കാനുള്ളത്. നമ്മളൊരു ഹാർഡ് ഡിസ്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എ പാർട്ടീഷൻ ഇൻ എ കമ്പ്യൂട്ടർ ഹാർഡ് ഡ്രൈവ് ഈസ് എ ലോജിക്കൽ ഡിവിഷൻ ഓഫ് ദ ഹാർഡ് ഡ്രൈവ് ദാറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് യൂണിറ്റ് ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഫയൽ സിസ്റ്റം. ഈ ഫയൽ സിസ്റ്റത്തിനും അതുപോലെ തന്നെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും വിൻഡോസ് CD AB എന്നൊക്കെ പറഞ്ഞ നമ്പറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര സ്പേസ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഇത്ര, ബാക്കി ഫയൽ കാര്യങ്ങൾക്കൊക്കെ ഇത്ര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിനെ ഫയൽസിനെ ഇത്ര എന്നും പറഞ്ഞ് പെർസെൻറ്റേജ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഇത് നമുക്ക് ഫോർമാറ്റ് ചെയ്യുമ്പോൾ ചേഞ്ച് ഒക്കെ ചെയ്യാം. അപ്പം വ്യക്തമായിട്ട് ഒരു പാർട്ടീഷൻ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കൊടുത്താലാണ് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ നമ്മൾ വിൻഡോസിൻ്റെ കാര്യം എടുത്താൽ അതിൽ NTFS എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയൽ സിസ്റ്റത്തിലായിരിക്കും അത് വർക്ക് ചെയ്യുക. അങ്ങനെ ഓരോ ഇതിനും ഓരോ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം വിൻഡോസിൻ്റെ മാത്രം ഇവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളൂ. ലിനക്സിൽ ഇതേപോലെ തന്നെ എന്താ പറയുക, അതിൽ റൂട്ട്, ഹോം, സ്വാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വേർതിരിച്ച് വെച്ചിട്ടുള്ള ഒരു ഹാർഡ് ഡിസ്ക് പാർട്ടീഷനാണുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ CFDG എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേർതിരിച്ച് വെക്കും. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുന്നതിന് നമ്മൾ ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ എന്നാണ് പറയുന്നതെന്ന് ഓർക്കുക. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് പഠിക്കാനുള്ളത്. അതായത് നമ്മുടെ CPU ഷെഡ്യൂളിംഗ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ഇതിൽ CPUവിനെ നമ്മൾ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യും എന്നുള്ള കാര്യമാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്.
അപ്പോൾ ആദ്യം ഈ CPU ഷെഡ്യൂളിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പിക്ചർ ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ പിക്ചർ ചെയ്തിട്ട് നമുക്കത് വിശദമായിട്ട് ഒന്നും കൂടി നോക്കാം. അപ്പോൾ ആദ്യത്തെ CPU ഷെഡ്യൂളിംഗ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളൊരു ടേമാണ് അറൈവൽ ടൈം. അറൈവൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ time at which a process entered the ready queue and start waiting for CPU execution. ഈ CPU നമ്മുടെ റാമിൽ നിന്നും കണ്ടൻറ്റുകൾ എടുത്തിട്ടാണല്ലോ ഇത് ചെയ്യണം. നമുക്ക് ഒരു ഷോർട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാരെങ്കിലും ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഒരു CPU നടക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഫെച്ച് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അതിനെ സ്റ്റോർ ചെയ്യുകയോ അതിനെന്താ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ചെയ്യുകയോ ആ ഒരു സൈക്കിളാണെന്നും പറഞ്ഞ് നമ്മൾ അന്ന് ഒരു ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷോർട്ടൊന്ന് എല്ലാവരും നോക്കിയേക്കണേ. അപ്പോൾ ആ കാര്യങ്ങൾ, അപ്പോൾ അതിൽ ആദ്യമായിട്ട് തന്നെ ഒരു പ്രോസസ്സ് ഫെച്ച് ചെയ്തെടുക്കും. പിന്നെ അതിനെ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, അതിനാണ് എക്സിക്യൂട്ട് എന്ന് പറയുക. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പ്രോസസ്സുകൾ ഇങ്ങനെ ഒരു ക്യൂ ആയിട്ടാണ് നിൽക്കണമെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ ഒരു ക്യൂവിലേക്ക് ആദ്യമായിട്ടൊരു പ്രോസസ്സ് വന്ന് നിൽക്കുന്ന സമയത്തിന് നമ്മൾ അറൈവൽ ടൈം എന്ന് പറയും. ഇനി ബേസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ CPU ടൈം റിക്വയർഡ് ഫോർ എ പ്രോസസ് ടു കംപ്ലീറ്റ് എക്സിക്യൂഷൻ. നമ്മൾ ഈ ക്യൂവിൽ നിൽക്കുന്ന സാധനത്തിനെ സെലക്ട് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ എക്സിക്യൂട്ട് ചെയ്യുന്ന സംഭവത്തിനെ കംപ്ലീറ്റ് ആക്കുന്ന ആ ഒരു ടൈമിന് നമുക്ക് ബേസ്റ്റ് ടൈം എന്ന് പറയാം. ഇനി കംപ്ലീഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീഷൻ ടൈം ഈസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ എക്സിക്യൂഷൻ ഓഫ് പ്രോസസ്സ്. നമ്മളിപ്പോൾ പറഞ്ഞു ടോട്ടൽ നമ്മൾക്ക് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ടോട്ടൽ പ്രോസസ്സ് ടൈമിനെ നമ്മൾ ബേസ്റ്റ് ടൈം എന്ന് പറയും. എന്നാൽ ഏത് ടൈമിലാണോ അത് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ടൈമിനെ നമ്മൾ എന്ത് പറയും? ആ കംപ്ലീഷൻ ടൈം എന്ന് പറയും. ഇനി ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ക്യൂവിൽ ഇരുന്ന സമയം തുടങ്ങി ഈ കംപ്ലീഷൻ ടൈം വരെ എടുക്കുന്ന ടോട്ടൽ ടൈമിനെ നമുക്ക് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയാം. ഇനി സീക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാർഡ് ഡ്രൈവ് ഒക്കെ പഠിക്കേണ്ട സമയത്ത് പഠിച്ചായിരുന്നു. സെക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓരോ സെക്ടേഴ്സിൽ നിന്നൊക്കെ എടുത്തിട്ട് നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ പിക്ക് ചെയ്തെടുക്കണം. അങ്ങനെ പിക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു സംഭവത്തിനാണ് നമ്മൾ സീക്ക് ടൈം എന്ന് പറയുക. ഇനി ത്രൂപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിനകത്ത് എത്രത്തോളം പ്രോസസ്സിനെ ചെയ്തു തീർക്കാനാകും എന്ന് പറയുന്ന ആ ഒരു അളവിനെയാണ് നമ്മൾ ത്രൂപുട്ട് എന്ന് പറയുക. ത്രൂപുട്ട് ഈസ് ദ നമ്പർ ഓഫ് പ്രോസസ്സസ് കംപ്ലീറ്റഡ് പെർ യൂണിറ്റ് ടൈം. ഇത്ര ടൈമിനുള്ളിൽ എത്രത്തോളം പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഈ CPUവിന് എന്ന് കണക്കാക്കുന്ന ആ ഒരു ടൈമിനെയാണ് ത്രൂപുട്ട് എന്ന് പറയുക. ഇനി വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ ടൈം സ്പെൻഡ് ഇൻ ദ ക്യൂ ബിഫോർ എ പ്രോസസ് സ്റ്റാർട്ട് എക്സിക്യൂട്ടിങ് ചെയ്യുന്നതിന് മുമ്പ് ക്യൂവിൽ എത്രത്തോളം സമയം CPU വിളിക്കാൻ വേണ്ടി കാത്തിരുന്നിട്ടുണ്ടോ അതിനെ നമ്മൾ വെയിറ്റിംഗ് ടൈം എന്ന് പറയും. ഇത് കണക്കാക്കുന്ന ഇക്വേഷനാണ് വെയിറ്റിംഗ് ടൈം ഈസ് ഈക്വൽ ടു ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം. ബേസ്റ്റ് ടൈം നമ്മൾ ആദ്യം പറഞ്ഞു, എക്സിക്യൂഷന് ആവശ്യമായിട്ടുള്ള സമയം. ടേൺ അറൗണ്ട് ടൈമും നമ്മൾ പറഞ്ഞു അറൈവ് ടൈമിനെയും കംപ്ലീറ്റ് ടൈമിനെയും ഇടയ്ക്കുള്ള ആ ഒരു സമയത്തിന് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയാം. ഈ രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ വെയിറ്റിംഗ് ടൈം. ഇനി റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ പീരിയഡ് വെയിറ്റിംഗ് ദ അറൈവൽ ഓഫ് എ പ്രോസസ് ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് എക്സിക്യൂഷൻ. അത് നമ്മൾ എന്താണ് അറൈവലിൽ വന്ന് നിന്നിട്ട് അവിടുന്ന് ആദ്യത്തെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആ ഒരു ടൈമില്ലേ, അതിൽ ആ ഫസ്റ്റ് എക്സിക്യൂഷനിലേക്ക് വേണ്ടി വിളിക്കാൻ എടുക്കുന്ന ആ ഒരു സമയത്തിനാണ് റെസ്പോൺസ് ടൈം എന്ന് പറയാം. ടൈം ഇറ്റ് സ്റ്റാർട്ട് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും അറൈവലും ചെയ്യുന്നതിനും തമ്മിലുള്ള ഒരു വ്യത്യാസത്തിന് നമുക്ക് റെസ്പോൺസ് ടൈം എന്ന് പറയാം. ഇനി പിന്നെ നമ്മൾ പറഞ്ഞു സീക്ക് ടൈം, അതായത് ഹാർഡ് ഡിസ്കിൽ നിന്ന് നമുക്ക് വേണ്ട പ്രോസസ്സിനെ വലിച്ചെടുത്ത് റാം അതിനെടുത്ത് CPU കൊടുക്കും. അപ്പോൾ CPU കൊടുക്കണേക്ക് മുമ്പാണ് നമ്മൾ ഈ പറഞ്ഞ ക്യൂവിൽ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങനെ ഫെച്ച് ചെയ്തെടുത്ത് അതിന് ആവശ്യമായിട്ടുള്ള ഏതാണ് സംഭവം നമുക്ക് വേണ്ടത് അതിനെടുത്തിട്ട് എന്താ പറയുക CPU കൊടുക്കാനെടുക്കുന്ന ആ ഒരു സമയമില്ലേ, ആ സമയത്തിനാണ് സീക്ക് ടൈം എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ളതിനെ ഹാർഡ് ഡ്രൈവിൽ നിന്നും എടുത്ത് റീഡ് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു സ്പെസിഫിക് പീസ് ഓഫ് ഡാറ്റേനെ ഈ ഡിസ്കിൽ നിന്ന് എടുക്കുന്ന ആ ഒരു സമയത്തിന് വെറും മില്ലി സെക്കൻഡ്സ് ആയിരിക്കും. ആ മില്ലി സെക്കൻഡ്സിനെയാണ് നമ്മൾ സീക്ക് ടൈം എന്ന് പറയുക. എത്രത്തോളം സീക്ക് ടൈം കുറയുന്നു അത്രത്തോളം നമ്മൾ എന്താണ് ഫാസ്റ്റ് ആയിരിക്കും നമ്മുടെ CPU എന്ന് ഓർക്കാം.
ഈ ത്രൂപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയം, ഇപ്പോൾ 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആ അത്ര സമയത്തിനുള്ളിൽ എത്രത്തോളം പ്രോസസ്സുകൾ ചെയ്തു തീർക്കാനാവും അതിനെയാണ് നമ്മൾ ത്രൂപുട്ട് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ CPU ഷെഡ്യൂളിങ്ങിൻ്റെ കാര്യങ്ങൾ. അറൈവൽ ടൈം, ബേസ്റ്റ് ടൈം, കംപ്ലീഷൻ ടൈം, ടേൺ അറൗണ്ട് ടൈം, പിന്നെ സീക്ക് ടൈം, ത്രൂപുട്ട്, വെയിറ്റിംഗ് ടൈം, റെസ്പോൺസ് ടൈം. ഈ ഒരു കീ വേർഡ്സുകൾ ഓർക്കുക, ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചാർട്ട്, അതായത് നമ്മുടെ ഈ ഷെഡ്യൂളിങ്ങിൻ്റെ ഒരു ചാർട്ട് നോക്കാം. ഷെഡ്യൂളിങ് എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. ഇങ്ങനെ CPU-ന് ഓരോ, ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ CPU ഷെഡ്യൂളിങ്ങിൻ്റെ കാര്യങ്ങൾ പറയല്ലോ, നമ്മുടെ ബേസ്റ്റ് ടൈം, ത്രൂപുട്ട് കാര്യങ്ങളൊക്കെ പറയല്ലോ. അപ്പോൾ ഇത് ഏതൊക്കെ മാക്സിമം ആയിക്കഴിഞ്ഞാൽ CPU നല്ലതാണ്, ഏതൊക്കെ മിനിമം ആയിക്കഴിഞ്ഞാൽ CPU നല്ലതാണ് എന്നുള്ളതാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. അപ്പോൾ ഏതൊക്കെ മാക്സിമൈസ് ചെയ്യാന്ന് വെച്ചാൽ ത്രൂപുട്ട് മാക്സിമം ആയിട്ടിരിക്കുക, CPU-ൻ്റെ യൂട്ടിലൈസേഷൻ മാക്സിമം ആയിട്ടിരിക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ നല്ല ഒരു, അതായത് CPU-ന് യൂട്ടിലൈസേഷൻ മാക്സിമം എന്ന് പറഞ്ഞാൽ CPU-നെ വെറുതെ ഇരുത്താൻ പാടില്ല എന്നുള്ളത്. ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര സമയം ടൈമിനകം മാക്സിമം പ്രോസസ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. ഇനി എന്തൊക്കെ മിനിമൈസ് ചെയ്യാന്ന് വെച്ചാൽ ക്യൂവിൽ വെയിറ്റ് ചെയ്തിരിക്കില്ല, കുറേ നേരം ഓരോ പ്രോസസ്സ് എന്നെ വിളിക്കൂ CPU എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്, അതൊരു മോശമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ടേൺ അറൗണ്ട് ടൈം, അതായത് നമ്മുടെ ടേൺ അറൗണ്ട് ടൈം എന്താ നമ്മൾ പറഞ്ഞത്, കംപ്ലീഷൻ ടൈമും അറൈവൽ ടൈമും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ റെസ്പോൺസ് ടൈം, നമ്മൾ അറൈവ് ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു സമയവും അറൈവൽ ടൈമും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതൊക്കെ മിനിമലായിട്ടിരിക്കും തോറും നമ്മുടെ CPU-ൻ്റെ ആ ഒരു കേപ്പബിലിറ്റി കൂടുതലായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനിയാണ് ഇതിനെ, അതായത് CPU-നെ ഐഡിയലായിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ നമുക്ക് അതിനെ ഷെഡ്യൂൾ ചെയ്യാം എന്നുള്ളതാണ് അടുത്തത് നമുക്ക് നോക്കാനുള്ളത്. ഷെഡ്യൂൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്രത്തോളം ടൈം നമുക്ക് കൊടുക്കാം, എത്രത്തോളം വർക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ അതിനെ വേർതിരിച്ച് വെക്കുന്നതാണ് നമ്മുടെ CPU ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രീ എംപ്റ്റീവും പിന്നെന്താ പറയുക, ഒരു മിനിറ്റ്, ഓക്കെ. ഇനി അതിനെ നമ്മൾ രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്, പ്രീ എംപ്റ്റീവും നോൺ പ്രീ എംപ്റ്റീവും. പ്രീ എംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അതിന് കുറച്ച് നിർദ്ദേശങ്ങൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഇതനുസരിച്ചിട്ടേ ഇത് പ്രവർത്തിക്കാൻ പാടുള്ളൂ, പ്രോസസ്സുകളെ എടുക്കാൻ പാടുള്ളൂ, ഫെച്ച് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഓൾറെഡി മുമ്പേ ടൈമൊക്കെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നോൺ പ്രീ എംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വേറെ വേർതിരിവുകളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ പ്രീ എംപ്റ്റീവിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്, അത് നമുക്ക് നോക്കാം. പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്, ഷോർട്ടസ്റ്റ് റിമൈനിങ് ജോബ് ഫസ്റ്റ്, ലോങ്ങസ്റ്റ് റിമൈനിങ് ജോബ് ഫസ്റ്റ്, റൗണ്ട് റോബിൻ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രീ എംപ്റ്റീവിന് അണ്ടറിൽ വരുന്ന നമ്മുടെ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് എന്താണെന്ന് നോക്കാം. പ്രയോറിറ്റി ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഓരോ പ്രക്രിയയ്ക്കും നമ്മളിങ്ങനെ മുൻഗണന നൽകിയിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും മുൻഗണനയുള്ള പ്രക്രിയയെ നമ്മൾ ആദ്യം ഹാൻഡിൽ ചെയ്യുന്നതിനെയാണ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ എന്താണ് ഒരു സെറ്റ് ചെയ്യുന്ന കുറച്ച് മുൻഗണനാക്രമമുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഷെഡ്യൂളിംഗ് നടക്കുക. ഇനി ഷോർട്ടസ്റ്റ് റിമൈനിങ് ജോബ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് സമയം കൊണ്ട് ജോബ് പൂർത്തീകരിക്കുന്ന ആളെ നമുക്ക് ആദ്യം ഹാൻഡിൽ ചെയ്യാം എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ അതിനെ ഷോർട്ടസ്റ്റ് റിമൈനിങ് ജോബ് ഫസ്റ്റ്. ഈ ലോങ്ങസ്റ്റ് റിമൈനിങ് ജോബ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് കൂടുതൽ സമയമുള്ള ആളെ ആദ്യം ഹാൻഡിൽ ചെയ്യാം. ഈ റൗണ്ട് റോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രക്രിയയ്ക്കും അതിൻ്റെ ഇത്ര സമയമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ പ്രോസസ്സിനെ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ റൗണ്ട് റോബിൻ എന്ന് പറയുക. ഒരു സർക്കിളായിട്ടായിരിക്കും അത് പോകുന്നത്. ഇപ്പോൾ ഇത്ര സമയം ഓരോ പ്രക്രിയയ്ക്കും കൊടുത്തിട്ടുണ്ടോ, ആ സമയം ആകുമ്പോഴേ ആ പ്രോസസ്സ് വർക്കാവുള്ളൂ. അത് കഴിയുമ്പോൾ അടുത്ത പ്രോസസ്സ് വർക്കാവും, അതിനുള്ള സമയം കഴിഞ്ഞിട്ട് തിരിച്ച് ഈ പ്രോസസ്സിലേക്ക് വരുള്ളൂ. അപ്പം അങ്ങനെ
ആ ഒരു റൗണ്ട് റോബിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ചാക്രികമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. അതിനനുസരിച്ചിട്ടേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പം ഇതെല്ലാം കൃത്യമായിട്ട് ടൈമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. അതിനെയാണ് പ്രീ എംപ്റ്റീവ് എന്ന് പറയുക. ഇനി നോൺ പ്രീ എംപ്റ്റീവിൻ്റെ അണ്ടറിൽ വരുന്നതാണ് നമ്മുടെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, ലോങ്ങസ്റ്റ് ജോബ് ഫസ്റ്റ്, പിന്നെ ഹയസ്റ്റ് റെസ്പോൺസ് റേഷ്യോ നെക്സ്റ്റ് എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്നും പഠിക്കാനില്ല. നമ്മൾ ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. പ്രീ എംപ്റ്റീവിൻ്റെ അണ്ടറിൽ എന്താ വരിക, പിന്നെന്താ നോൺ പ്രീ എംപ്റ്റീവിൻ്റെ അണ്ടറിൽ എന്തൊക്കെയാണ് വരിക എന്ന് നോക്കി വെച്ചാൽ മതി. അതിൽ മെയിനായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് നമ്മുടെ റൗണ്ട് റോബിൻ എല്ലാ ഓപ്ഷനിലും വരാറുണ്ട്. പിന്നെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, പ്രയോറിറ്റി ഷെഡ്യൂളിങ്, ഇങ്ങനത്തെ 2-3 ഓപ്ഷനുകളെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇതിൻ്റെ ഒപ്പം ലാസ്റ്റ് ഇടുന്നതാണ്. അതെന്താണ് അതിൻ്റെ ഉത്തരം എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ ഇടണം. ഇതാണ് ആ ചോദ്യം. ഫിഫോ ഷെഡ്യൂളിംഗ് ഈസ് എന്താണെന്നുള്ളത്, നോൺ പ്രീ എംപ്റ്റീവ് ആണോ പ്രീ എംപ്റ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ തൊട്ട് മുമ്പുള്ള ആ ഫ്ലോ ചാർട്ട് നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഒന്ന് പറയേണ്ടതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.